ഹായ് ഓൾ, ക്യൂബിറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSC GD പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ ഫസ്റ്റ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സീരീസിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സീരീസിൽ തന്നെ വെർബൽ, നോൺ വെർബൽ ഓർഡറിലുള്ള റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ ഡിക്ഷണറി ഓർഡറിലെ ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം നമ്മൾ നമ്പർ സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്പർ സീരീസ് എന്ന് പറയുമ്പം സീരീസ് മീൻസ് ഒരു കണ്ടിന്യൂസ് പാറ്റേൺസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് വരുമ്പം ആ കണ്ടിന്യൂസ് പാറ്റേൺസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കിയിട്ടായിരിക്കും ആ ഒരു സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവുക. അതിൽ ഇൻക്രീസിങ് പാറ്റേൺസ് ആണെങ്കിൽ നമുക്ക് മിക്കവാറും മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് വരുന്നത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിലേതെങ്കിലും ആയിരിക്കും കണക്ട് ചെയ്ത് വരുന്നുണ്ടാവുക. ഇനി അഥവാ ആ പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അത് ഡിക്രീസിങ് പാറ്റേണിലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിവിഷൻസ് വരാം, സബ്ട്രാക്ഷൻസ് വരാം, ഇങ്ങനെ ഏതെങ്കിലും മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് കണക്ട് ചെയ്തിട്ടായിരിക്കും സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിലെങ്ങനെയാണ് ഓരോന്നിലും ഏത് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്താലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ സീരീസ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് 16, 23, 34, 47, 64 ദെൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് 106. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻക്രീസിങ് പാറ്റേണിലാണ് കാണുന്നത്. സോ ദാറ്റ് നമ്മൾ രണ്ട് അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിനിടയ്ക്കുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ട് അടുത്തടുത്ത നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇപ്പോൾ 16ഉം 23 ആയിട്ടുള്ള ഡിഫറൻസ് എടുത്താൽ 7 ആണ് വരുന്നത്. അപ്പോൾ 16ൻ്റെ കൂടെ ഒരു 7 ആഡ് ചെയ്താൽ 23 കിട്ടും. അടുത്ത 23ഉം 34ഉം തമ്മിൽ ഡിഫറൻസ് എടുത്താൽ 11 ആണ് വരുന്നത്. അപ്പോൾ 23യുടെ കൂടെ 11 ആഡ് ചെയ്താൽ 34. 34ഉം 47ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 13 ആണ്. സോ 34ൻ്റെ കൂടെ 13 ആഡ് ചെയ്താൽ 47 എന്ന് മനസ്സിലായി. അടുത്ത ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 17 ആഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ 64 - 47 ചെയ്താൽ 17 ആണെന്ന് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് അടുത്ത നമ്പറാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പം ഈ ഡിഫറൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 7, 11, 13, 17 ഈ നമ്പേഴ്സിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അത്? ഈ നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് 17 കഴിഞ്ഞ് അടുത്ത പ്രൈം നമ്പർ ഏതാന്ന് നോക്കിയാൽ നമുക്ക് ഏതാ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. 17 കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രൈം നമ്പർ 19 ആണ്. സോ നമ്മുടെ ആൻസർ 64ൻ്റെ കൂടെ 19 ആഡ് ചെയ്യുമ്പോൾ ഏതാണോ അത് കിട്ടണം. അതിൻ്റെ കൂടെ അടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 23 ആഡ് ചെയ്യുമ്പോൾ 106 കിട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് 19ൻ്റെ കൂടെ 64ൻ്റെ കൂടെ 19 ആഡ് ചെയ്യുമ്പോൾ 83 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ വരും. 83 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. സോ ഇവിടെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തപ്പം അവിടെ വന്നിരിക്കുന്ന ഇടയ്ക്കുള്ള ഡിഫറൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് കിട്ടി. അടുത്ത പാറ്റേൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ സെറ്റ്. ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കി. 1995, 1895 ഇവർക്കിടയിലുള്ള ഡിഫറൻസ് 100 ആണ് വരുന്നത് അല്ലേ. അടുത്ത 1895ഉം 1695 അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് 200 കിട്ടും. അടുത്ത 1695, 1395 ഈ ഡിഫറൻസ് എടുത്താൽ 300 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 100, 200, 300 ഇൻക്രീസ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ 400, അതായത് ഇത് ഡിക്രീസ് ചെയ്ത് ആ ഒരു വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആൻസേഴ്സ് ഡിക്രീസ് ചെയ്താൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1395 - 400 എന്നുള്ള രീതിയിലാണ്. 1395 - 400 ആകുമ്പോൾ ആൻസർ 995 കിട്ടും. ഇതൊരു ഡിക്രീസിങ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ പ്ലസ് എന്ന് ഉദ്ദേശിച്ച് അവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പം 100, 200 എന്നുള്ള രീതിയിലാണ് വാല്യൂസ് ഇൻക്രീസ് ആവുന്ന, ഇടയ്ക്കുള്ള ഡിഫറൻസ് 100, 200, 300, 400 അങ്ങനെ കണക്ട് ചെയ്ത് പോവുക. അപ്പോൾ ആൻസർ 995 എന്ന് കിട്ടും. ഇനി ഇതിൽ വേറെ എന്തൊക്കെ ചേഞ്ചസ് വരാം, പാറ്റേൺസിനകത്ത് മാറ്റം ഉണ്ടാവും നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കി. 45, 76, ക്വസ്റ്റ്യൻ മാർക്ക് 160, 229. ഇതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെയാണ് കിട്ടേണ്ടത്. നമ്പേഴ്സ് ഒരു ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ പോകുന്ന. അപ്പോൾ നമുക്കിവിടെ ആകെ 2 ഡിഫറൻസുകളെ കിട്ടാൻ സാധ്യതയുള്ളൂ. 45ഉം 76നും ഇടയ്ക്കുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് 31 ആണ് കിട്ടുന്നത്. ഈ ഡിഫറൻസ് 31 ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇവിടെ നോക്കിയാൽ ആ ഡിഫറൻസ് മൊത്തത്തിൽ എത്ര വരുന്നുണ്ട്? 61 അല്ലേ. 160ൻ്റെ കൂടെ 61 ആഡ് ചെയ്യുമ്പോഴാണ് 229 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ നമുക്ക് 2 നമ്പേഴ്സ് ഇടണം. അത് ഏതായിരിക്കാം? 31 കഴിഞ്ഞ് 61 അല്ലേ കിടക്കുന്ന. അപ്പോൾ ഇത് ഇൻക്രീസിങ് പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ 76ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ ആയിരിക്കും ഇവിടെ വരാൻ സാധ്യത? 31 അവിടെ 61 ഇടയ്ക്ക് 2 വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊരു 41 ആണെങ്കിൽ
76 + 41, 76 41 ആഡ് ചെയ്താൽ 117 കിട്ടണം. ആ 117 കൂടെ അടുത്ത നമ്പർ അപ്പോൾ ഏതായിരിക്കാം? 51 ആഡ് ചെയ്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ 168 കിട്ടുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഓക്കെ ആയിരിക്കും. ആ കണ്ടിന്യൂസ് പാറ്റേൺസ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ 31, 41, 51, 61 അങ്ങനെ പോകുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 117. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ലേ? നോക്കി, ക്ലിയർ ആണോ ആ ഒരു ഏരിയ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പാറ്റേൺ 1, 5, 17, 53 ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കും നോക്കി? ഇടയ്ക്കുള്ള ഡിഫറൻസ് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസിലെല്ലാം എങ്ങനെയായിരുന്നു? ഡിഫറൻസ് ഒരു പ്രൈം നമ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു പോകുന്നു, അങ്ങനത്തെയൊക്കെ പാറ്റേൺസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഇവിടെയാണെങ്കിൽ ഡിഫറൻസ് നോക്കിയേ, 1നും 5നും ഇടയ്ക്കുള്ള ഡിഫറൻസ് 4 ആണ്, അല്ലെങ്കിൽ 1ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 5 കിട്ടുമെന്ന് പറയാം. അടുത്ത 5ഉം 17ഉം എടുത്ത് നോക്കി, ഡിഫറൻസ് എത്രയാ? നമുക്ക് 12 എന്നാണ് കിട്ടിയത് അല്ലേ? 12 എന്ന് പറയുമ്പോൾ 5ൻ്റെ കൂടെ 12 ആഡ് ചെയ്താൽ 17 കിട്ടും. 17നും 53 എടുത്താൽ ഡിഫറൻസ് എത്ര? 17ൻ്റെ കൂടെ 36 ആഡ് ചെയ്യുന്നതാണ് 53 എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫറൻസിൻ്റെ വാല്യൂ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. 4, 12, 36 എല്ലാം ത്രൈസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? 4 × 3 അല്ലേ 12 എന്ന് പറയുന്ന, അടുത്ത 12 × 3 അല്ലേ 36. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കണം? ഇവിടെ വരേണ്ട ഡിഫറൻസ് 53യുടെ എത്ര ആഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ 36ൻ്റെ 3 ടൈംസ്. 36 × 3 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 108. അപ്പം 53യുടെ കൂടെ 108 ആഡ് ചെയ്താലുള്ള ആൻസർ ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആൻസർ 161 എന്ന് കിട്ടും. സോ ഇവിടെ കിട്ടിയ ഡിഫറൻസ് എങ്ങനെയായിരുന്നു? രണ്ട് അഡ്ജസ്റ്റന്റ് നമ്പേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രൈസ് ആയിട്ടുള്ളതായിരിക്കും ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു നമ്പർ സീരീസ് പോകുന്നത്. ഇനി വേറെന്ത് പാറ്റേൺ വരാൻ നോക്കാം. അടുത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പം നോക്കാവുന്നൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം 63, 60 നമ്മൾ അഡ്ജസ്റ്റന്റ് എന്നുള്ളൊരു ആംഗിളിൽ തന്നെ ചെയ്യുവാണെങ്കിൽ 63യും 60 ആയിട്ടുള്ള ഡിഫറൻസ് 3 അല്ലേ? 63ന്ന് 3 കുറച്ചാൽ 60 കിട്ടി. 60യും 66ഉം കണക്ട് ചെയ്ത് നോക്കി, 60യുടെ കൂടെ 6 ആഡ് ചെയ്താൽ 66 കിട്ടും അല്ലേ? അടുത്ത 66ഉം 57ഉം നോക്കി, വീണ്ടും എന്താ 66ന്ന് 9 മൈനസ് ചെയ്താൽ 57 ആയി. അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവല്ലേ 3, 6, 9. പക്ഷെ ഓൾട്ടർനേറ്റ്ലി മൈനസ് പ്ലസ് എന്നുള്ള ആംഗിളിലാണ് പോകുന്നത്. ഇവിടെ മൈനസ് വന്ന സ്ഥിതിക്ക് അടുത്തത് ഒരു +12 എന്നായിരിക്കാം അല്ലേ? 69 വരാം. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. ഇതിനെ നമുക്ക് വേറൊരു ആംഗിളിലും പറയാൻ പറ്റും. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ കണക്ഷൻസ് വരുന്നില്ലെങ്കിൽ ചില ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 63യും 60യും തമ്മിൽ ഓൾട്ടർനേറ്റ്ലി നോക്കിയേ, ഡിഫറൻസ് 3 അല്ലേ? ഈ ഒരു ഡിഫറൻസ് 3 എന്ന് കിട്ടി. 60യും 57ഉം തമ്മിൽ ഓൾട്ടർനേറ്റ്ലി നോക്കിയേ, ഡിഫറൻസ് 3 അല്ലേ വന്ന. അപ്പോൾ നമ്മൾ ആൻസർ 63, സോറി ഇവിടെ +6, 63യുടെ 6 ആഡ് ചെയ്താൽ 3 ആഡ് ചെയ്താൽ 66 വരും. 66ൻ്റെ കൂടെ നമുക്ക് വീണ്ടും അപ്പോൾ ഒരു 3 ആഡ് ചെയ്ത് കൊടുത്താൽ ആൻസർ 69 അത് കിട്ടില്ലേ? അപ്പം ഓൾട്ടർനേറ്റ് പാറ്റേൺസ് നോക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം. ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ റിലേഷൻസ് വരുന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് പാറ്റേണിൽ എന്തെങ്കിലും റിലേഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്ത് നോക്കിയേ, ഓൾട്ടർനേറ്റ്ലി നോക്കുമ്പോൾ റിലേഷൻസ് കണക്ട് ആയി പോകുന്നില്ലേ പെട്ടെന്ന് തന്നെ? ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കിയേ. 103, 105 ആ ഡിഫറൻസ് അവിടെ ഒരു 2 ഇൻക്രീസ് ആയല്ലേ? 105, 107 അവിടെ ഒരു 2 ഇൻക്രീസ് ആയില്ലേ? 107, 109 അവിടെയും 2 വന്നു. അപ്പോൾ അതെല്ലാം ഓൾട്ടർനേറ്റ്ലി +2 എന്ന് പറഞ്ഞു പോവുക. സോ ദാറ്റ് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് നമ്പർ +2 എന്നുള്ള ആംഗിളിൽ കിട്ടുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് 110 ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ആൻസർ. ഇതും 114ഉം ഇവിടെ ഒരു 2ൻ്റെ ഡിഫറൻസിൽ പോവുകയാണല്ലോ. അപ്പം 110 ഇവിടെ ഇൻക്രീസ് ആണല്ലേ? 110 കഴിഞ്ഞ് ഒരു നമ്പർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് വരുന്നത് 114 ആണ്. ഇവിടെ ഒരു 2ൻ്റെ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു +2 എന്ന് ആലോചിച്ചാൽ 110 + 2 112. ആ 112ൻ്റെ കൂടെ വീണ്ടും +2 ആഡ് ചെയ്താൽ 114 കിട്ടുന്നില്ലേ? അപ്പം കണ്ടിന്യൂസ് ഡിക്രീസിങ് പാറ്റേണും വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസിങ് പാറ്റേൺസും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 112 എന്ന് കിട്ടും. അതായത് ഈ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക, 112. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത പാറ്റേണിൻ്റെ സിമിലർ രീതിയിലുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ അടുത്തതിലേക്ക് വന്നാൽ ഈ
പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് നോക്കി, ഒരു ഡിക്രീസ് അല്ലേ മൊത്തത്തിൽ ആ സീരീസ് എന്ന് പറയുന്നത്. 600, 120, 30, 10 ഇങ്ങനെ ആയിരിക്കുന്ന. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം ഡിക്രീസിങ് ആണ്. നമുക്ക് പെട്ടെന്ന് ഡിക്രീസിങ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റൈറ്റിൽ നിന്ന് ആലോചിച്ചാലും മതി. തിരിച്ചു നോക്കുമ്പോൾ 10, 30, 120, 600 ആ ഡിഫറൻസ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ഐ മീൻ ഒരു അടുത്തടുത്തല്ല പോകുന്നത്, കുറച്ചും കൂടെ വലുതാക്കിയാണ് ആ ഡിഫറൻസ് വരുന്നത് അല്ലേ. 10 കഴിഞ്ഞ് പിന്നെ 30 ആണെങ്കിൽ 30 കഴിഞ്ഞ് പിന്നെ 120 ആണ് വന്നിരിക്കുന്നത്. 120 കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ ഹയർ വാല്യൂ 600 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പം അഡീഷൻ എന്നുള്ള ആംഗിൾ അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ അല്ലേ നോക്കി. റൈറ്റിൽ നിന്ന് റീഡ് ചെയ്യുമ്പം 10ഉം 30യും 10ന്റെ 3 ടൈംസ് അല്ലേ 30 വരുന്ന. 30യും 120 ആയിട്ടുള്ള റിലേഷൻ ആലോചിച്ചാൽ ഇൻറ്റു 4 അല്ലേ വരുന്ന. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റിലേഷൻസ് ആണ് പറയുന്നത്. അപ്പം 120 600 ആയിട്ട് ആലോചിച്ചാൽ ഇൻറ്റു 5 അല്ലേ കിട്ടുന്ന. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഇൻക്രീസിങ് 3, 4, 5 എന്നാണ് പോകുന്നത്. സോ ദാറ്റ് ഇവിടെ വരേണ്ടത് എന്തായിരിക്കും, അത് നമ്മളെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു 2 എന്ന് കിട്ടണം. അതായത് ഇവിടെ 5 ആണെങ്കിൽ 5 × 2 10 കറക്റ്റ് ആയതിനല്ലേ. അപ്പോൾ തിരിച്ചു പറയുമ്പോൾ ഡിവിഷൻ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ റൈറ്റ് എന്ന് പറഞ്ഞത്. തിരിച്ചാലോചിക്കുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് വരണ്ട, 600 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 120. ഇവിടെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ കിട്ടും. ഇതാണെങ്കിൽ ഡിവൈഡഡ് ബൈ 3, ഇതാണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ആംഗിളിൽ വരും. അതായത് ഡിക്രീസ് ചെയ്ത് പോകുന്ന പാറ്റേണിലാണ് അത് കിട്ടുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ആ ഒരു ഡിവിഷൻ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചു പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് വരുന്ന പാറ്റേൺ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കി. ഈ ഒരു നമ്പറിങ് തന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിക്രീസ് ചെയ്ത് പോവുക അല്ലേ. ഡിക്രീസിങ് അല്ലെങ്കിൽ റൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്. പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ തിരിച്ചാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ റൈറ്റിൽ നോക്കിയാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിവിഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയേ. 4ഉം 8ഉം പെട്ടെന്ന് റിലേറ്റ് ചെയ്തൂടെ. 4 × 2 അല്ലേ 8. അടുത്ത 96ഉം 480 എടുത്ത് നോക്കിയേ. 96 480 ആവാൻ ഇൻറ്റു 5 അല്ലേ. 480 2880 ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു 6. അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചാണെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ 2880 ഡിവൈഡ് ബൈ 6 ചെയ്താൽ 480 ആവും. 480 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 96 ആവും. അപ്പം ആൻസർ 96/5. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പം ഇത് ഇൻറ്റു 2 ആണെങ്കിൽ ഇത് ഇൻറ്റു 3 എന്നായിരിക്കും. ആ നമ്പർ ഇൻറ്റു 4 ആയിരിക്കും 96 കിട്ടുന്ന. 8 × 3 എത്ര, 24 അല്ലേ. 24 × 4 അല്ലേ 96. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പം ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാം. അതർവൈസ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 6, 5, 4, 3, 2 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുന്ന. സോ നമ്മൾ ആൻസർ എന്താ വരണ്ട, 24. ഓക്കെ അല്ലേ. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് വൺ. ഇതെങ്ങനെയായിരിക്കും ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് നോക്കി. ആ ഒരു ഡിഫറൻസ് എങ്ങാനും എടുത്താൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ. നേരത്തെ കണ്ട പോലെ തന്നെ 23 കഴിഞ്ഞ് അടുത്തെടുക്കുന്ന നമ്പർ 50 അല്ലേ. കുറച്ച് ഹയർ വാല്യൂ ആണ്. 23യുടെ ഏകദേശം ഒരു ഡബിളിന് അടുത്തൊക്കെ വരുന്നില്ലേ 50 എന്ന് പറയുന്ന. 50ന്ന് 108 എടുത്ത് നോക്കി. അവിടെയും ഒരു ഡബിൾ എന്നുള്ള പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ. ഏകദേശം ഡബിളിനോട് അടുത്ത് വരുന്നില്ലേ വാല്യൂസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 23 ഡബിൾ ആക്കി കഴിഞ്ഞാൽ എത്ര വരും, 46 ആണല്ലേ. 46ൻ്റെ കൂടെ 50 ആണെങ്കിൽ എത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, 4 ആഡ് ചെയ്യാം. നമുക്ക് ഒന്നിലധികം ഓപ്പറേഷൻസ് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഡബിൾ ആക്കിയിട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഇൻറ്റു 2 + 4 എന്ന് കിട്ടി. 50യുടെ ഡബിളിനടുത്തുള്ള വാല്യൂ തന്നെയാണ് 108. 50 ഡബിൾ എടുത്താൽ എത്ര വരുന്ന, 100 അല്ലേ. 100ൻ്റെ കൂടെ നമുക്കൊരു 8 ആഡ് ചെയ്ത് കൊടുത്താലാണ് 108 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തായി, +4 + 8 ഇൻറ്റു 2 + 4 ഇൻറ്റു 2 + 8 ഒരു പാറ്റേൺ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ. അടുത്ത നമ്പറിങ് നോക്കിയാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെ പോകുന്നുണ്ടെന്ന്. 108ൻ്റെ ഡബിൾ എടുത്താൽ 116 ആണ്. 116ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 28 വരുന്നതെന്ന് നോക്കിയേ. 116ൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെ പോകുന്നുണ്ടാവും, എല്ലാം ഡബിൾ ആക്കണം ആദ്യം, ഇൻറ്റു 2 എന്ന് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെയാണ്, 4, 8, 12 ഒരു 4 കൂടി വരുമല്ലേ. 4, 8 ആയി. 8ൻ്റെ അടുത്തത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിഫറൻസ് എത്ര ആയിരിക്കാം, 12 + 4 16 വരുന്ന രീതിയിൽ ചിന്തിച്ച് നോക്കി. 228ന് ഡബിൾ എടുത്തിട്ട് +16 ചെയ്യുന്നത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്ക്. 228ൻ്റെ ഡബിൾ എടുക്കുക, ദെൻ അതിൻ്റെ കൂടെ 16 ആഡ് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ, 472 വരുന്നില്ലേ. അപ്പോൾ അവിടെ എടുത്തത് ഇൻറ്റു 2, അത് 2 ഓപ്പറേഷൻസ് ഒരുമിച്ച് വന്നിട്ടാണല്ലേ. എല്ലാം ഡബിൾ ആവുന്നുണ്ട്. ഡബിളിൻ്റെ നിയർ ബൈ വാല്യൂസ് ആണ്. ഡബിളിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂസ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 4 കൂടി വരുന്ന രീതിയിലാണ് ആ ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് കിട്ടുന്നത്.
സോ ഇങ്ങനത്തെ രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ സീരീസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാറ്റേണുകൾ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ വരുന്നത് അടുത്ത കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ ഇതിന് പ്രത്യേകതയുണ്ട് അല്ലേ. എന്താ ഈ നമ്പേഴ്സ്? 1, 9, 25, 49, 169, 225 ഇവർക്ക് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലേ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ അതിനൊരു ലോജിക്കൽ ഒരു കണ്ടിന്യൂസ് പാറ്റേൺസ് വേണമല്ലോ. ഇത് എല്ലാം സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇതിനെ 1 സ്ക്വയർ എന്ന് പറയാം. ഇത് 3 സ്ക്വയർ ആണ്. ദെൻ 5ന്റെ സ്ക്വയർ, അടുത്ത 7ന്റെ സ്ക്വയർ. അപ്പോൾ കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ സ്ക്വയേഴ്സ് അല്ല വന്നിരിക്കുന്ന, ഇതിൽ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. 1 കഴിഞ്ഞ് പിന്നെ 3 ആണ്, ആഫ്റ്റർ ദാറ്റ് 5, ദെൻ 7. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കാം? തൊട്ട് അടുത്ത് വരേണ്ടത് 7 കഴിഞ്ഞ അടുത്ത 9ന്റെ സ്ക്വയർ ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. 9 കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ 11 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് അല്ലേ. 13 സ്ക്വയർ, 225 എന്ന് പറയുന്നത് 15 സ്ക്വയർ, 289 എന്ന് പറയുന്നത് 17 സ്ക്വയർ. അപ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് നമ്മളെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷനിൽ 9 സ്ക്വയറും 11 സ്ക്വയറും 2 ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 9 സ്ക്വയറും 11 സ്ക്വയറും 81ഉം 121ഉം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പാറ്റേണുകളിൽ നമ്പർ സീരീസിൽ എന്തൊക്കെ വരാമെന്ന് മനസ്സിലാവുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 2 അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ വെച്ചിട്ടാണ് നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനാണോ ഡിവിഷനാണോ എന്നൊക്കെ നോക്കുന്നത്. അത് അഡ്ജസ്റ്റന്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കാം, ഡിക്രീസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കാം. ആ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഈ പറയുന്ന പോലെ സ്ക്വയേഴ്സ് ആയിരിക്കാം, ക്യൂബ്സ് ആയിരിക്കാം. നമ്പർ ഇറ്റ്സെൽഫ് സ്ക്വയേഴ്സ് ആയിരിക്കാം. ആ സീരീസ് ഇറ്റ്സെൽഫ് ഒരു സ്ക്വയർ ആയിരിക്കാം, ക്യൂബ് ആയിരിക്കാം. അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം 1, 4, 9, 16 അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ പറയാമല്ലോ അല്ലേ. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായാലും 5 സ്ക്വയർ 25 ആയിരിക്കും അല്ലേ. ഇതിന് പകരം ഈ സീരീസ് 0, 3, 8, 15 ക്വസ്റ്റ്യൻ മാർക്ക് തന്നാൽ അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്? ഈ തൊട്ട് മുമ്പ് എഴുതിയ സീരീസുമായിട്ട് ഒരു 1ന്റെ ഡിഫറൻസ് അല്ലേ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ പാറ്റേൺ ഉദ്ദേശിക്കുന്ന? സ്ക്വയർ -1 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ -1, 2 സ്ക്വയർ -1, 3 സ്ക്വയർ -1 അതാണ് സീരീസ് വരുന്നത്. അതുപോലെ ക്യൂബ്സിനകത്തും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ നിയർ ബൈ ഏതെങ്കിലും സ്ക്വയേഴ്സോ ക്യൂബ്സോ ഒക്കെ ഉണ്ടോ നോക്കിയാൽ നമുക്ക് ചില പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചില കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ സ്ക്വയേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ 169 ആയിരിക്കില്ല, ഇത് 168 എന്നായിരിക്കും തരുന്നത്. ഇത് 224 ആയിരിക്കും. ഇവിടെ 48, ഇത് 24, ഇത് 8, ഇത് 0. അപ്പോൾ ഇത് സ്ക്വയേഴ്സ് -1 എന്നുള്ള രീതിയിലാണ്. അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ -1 എന്നുള്ള ആംഗിളിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സോ ദാറ്റ് നമുക്ക് സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ നന്നായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? നമ്പേഴ്സ് അല്ലെങ്കിൽ സീരീസ് എന്ന് പറയുമ്പം അടുത്ത കേസ് എന്ന് പറയുന്ന ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ലെറ്റർ ക്ലസ്റ്ററോ സിംഗിൾ ലെറ്റേഴ്സിനെ ഒക്കെ ബേസ് ചെയ്ത് ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ചെക്ക് ചെയ്യേണ്ട? ആൽഫബറ്റ് സീരീസ് വരുമ്പോഴത്തേക്കിന് ആൽഫബറ്റ്സിനെ ബേസ് ചെയ്താകുമ്പോൾ ഒരു സിംഗിൾ ലെറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പം നമ്മൾ നമ്പർ സീരീസിൽ നോക്കിയില്ലേ, അതുപോലെ തന്നെ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അവിടെയൊക്കെ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് അറിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. A1, B2, C3 അങ്ങനെ ഓരോ ലെറ്ററും ഏത് പൊസിഷനാണെന്ന് പഠിച്ചിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെറ്റർ സീരീസ് ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മളിതിൻ്റെ ബാക്കി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ സീരീസും അതിൻ്റെ പൊസിഷൻസും ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ലെറ്റേഴ്സിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ സീരീസ് പോകുന്നുണ്ടാവുക. ഇപ്പോൾ പറഞ്ഞ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും അതിനോടൊപ്പം കണക്റ്റഡ് ആയിരിക്കും. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പാറ്റേൺ, സിംഗിൾ ലെറ്റേഴ്സ് ആണ് ഈ സീരീസിൽ വന്നിരിക്കുന്നത്. ഓരോ ലെറ്റേഴ്സും പ്ലേസ് വാല്യൂസ് ആലോചിച്ചാൽ ഇതിൻ്റെ അടുത്ത ഏത് ലെറ്റർ എത്രാമത്തെ പൊസിഷനാണെന്ന് നോക്കിയാൽ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിൽ എളുപ്പം വാല്യൂസ് കൊടുത്താലായിരിക്കും. രണ്ടും ഇപ്പോൾ ആലോചിച്ച് നോക്കാം. IK നമുക്കറിയാം, ഐ കഴിഞ്ഞിട്ടാണ് ആൽഫബറ്റ്സിൽ കെ വരുന്നത്. അപ്പോൾ ഐ കഴിഞ്ഞ് JK, ഐ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ +2. കെ കഴിഞ്ഞ് O ആലോചിച്ച് നോക്കിയേ, കെ കഴിഞ്ഞ് LMN, N കഴിഞ്ഞിട്ടാവും 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് O വരുന്നത്. അപ്പോൾ ഒരു കെ കഴിഞ്ഞുള്ള നാലാമത്തെ ലെറ്റർ ആണ് O എന്ന് പറയാൻ പറ്റില്ലേ? 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് O വരുന്നത്. കെ കഴിഞ്ഞ് പറഞ്ഞാൽ LMNO, കെ കഴിഞ്ഞുള്ള നാലാമത്തെ ലെറ്റർ ആണ് O വരുന്നത്. ദെൻ ഓയിന്ന് യുയിലേക്ക് പോയി കഴിഞ്ഞാൽ O കഴിഞ്ഞ് PQRSTU ആറാമത്തെ ലെറ്ററാണ്.
സോ ഇവിടെ കണക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ നമ്പർ സീരീസിൽ ഐഡന്റിഫൈ ചെയ്തില്ലേ 2, 4, 6. അപ്പോൾ ഇത് 8ാമത്തെ ലെറ്റർ ആയിരിക്കുമോ? യു കഴിഞ്ഞ് 8 ലെറ്റേഴ്സ് നമുക്കില്ല അല്ലേ? യു കഴിഞ്ഞ് വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ് 4 പൊസിഷൻസ് ആകുമ്പോഴത്തേക്കിന് ഏതാവും? ഇസഡിലെത്തും. ഇസഡ് കഴിഞ്ഞ് ഏതൊട്ട് ഇസഡ് വരെ? ഇസഡ് കഴിഞ്ഞ് ഇനിയും ലെറ്റേഴ്സ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന? വീണ്ടും നെക്സ്റ്റ് ലെറ്റർ എന്ന് എടുക്കും, സെക്കൻഡ് ലെറ്റർ ബിന്ന് എടുക്കും. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 28th ലെറ്റർ വേണം. ഇസഡ് 26 അല്ലേ? സോ 27th ലെറ്റർ എ ആയിരിക്കും, 28th ലെറ്റർ ബി. അങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ യു കഴിഞ്ഞ് വരുന്ന ഇത് 2, ഇത് 4, അടുത്ത 6 അല്ലേ? അപ്പോൾ ഇത് 8th ലെറ്റർ ആണോ സി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. യു കഴിഞ്ഞുള്ള 8th ലെറ്റർ ആണോ സി വരുന്നതെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ സി കഴിഞ്ഞ് വരുന്ന 10th ലെറ്റർ ആയിരിക്കണം അല്ലേ? 2, 4, 6, 8, 10 ആ പാറ്റേൺ അല്ലേ ഫോളോ ചെയ്യുന്ന? ഇതിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുക്കില്ല. അടുത്ത ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ എഴുതി വെച്ച സീരീസിൽ നിന്ന് നെക്സ്റ്റ് ഏതാന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ടൈം എടുക്കില്ലേ? സോ നമ്മൾ എന്താ ചെയ്യുന്ന? ഇവിടെ പ്ലേസ് വാല്യൂസ് കണക്ട് ചെയ്ത് നോക്കുക. ഐ 9th ലെറ്റർ, കെ 11th ലെറ്റർ, ഒ എന്ന് പറയുന്നത് 15th ലെറ്റർ, യു 21 ആൻഡ് സി 3rd ലെറ്റർ. അപ്പോൾ അവിടെ കണക്ട് ചെയ്യുമ്പോൾ 9 + 2 11 + 4 15 + 6 21 പ്ലസ് സി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 26 ആൻഡ് 27 28 29 അങ്ങനെ ആലോചിച്ച് പോയാൽ അതൊക്കെയാണ്. 29th ലെറ്റർ ആണ് സി എന്ന് പറയാം. അങ്ങനെ ചിന്തിച്ചാൽ 21 + 8 എന്നുള്ള ആംഗിളിൽ ഡയറക്റ്റ്ലി കൗണ്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ആലോചിച്ചാൽ മതി. പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ആ 29th എന്നൊക്കെ ആലോചിക്കാൻ എളുപ്പമാവും. സോ 3 കഴിഞ്ഞ് വരുന്ന 10th ലെറ്റർ, 3 + 10 ഇവിടെ വരേണ്ടത് ഏതാ? 13th ലെറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. 13 എന്ന് പറയുന്ന ഹാഫ് പോർഷൻ ആണല്ലേ? ടോട്ടൽ 26 ലെറ്റേഴ്സ് അല്ലേ? അപ്പോൾ 13th ലെറ്റർ എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ സീരീസിൻ്റെ ഹാഫ് പോർഷനിൽ വരുന്ന 13th ലെറ്റർ, ഇറ്റ്സ് എ എം. അപ്പോൾ ആൻസർ എം ആയിരിക്കും. സോ നമ്മൾ ലെറ്റർ സീരീസ് എടുത്താലും എന്ത് തന്നെയാണ് നോക്കുന്നത്? അവിടുത്തെ ഒരു കണ്ടിന്യൂസ് പാറ്റേൺസ്, എന്തെങ്കിലും ഒരു ലോജിക്ക്, ഒരു ലെറ്ററിന് മുൻപുള്ള ലെറ്റർ ആണോ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണോ, എത്ര പൊസിഷൻസിൻ്റെ ഗ്യാപ്പ് വരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ലെറ്റർ സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? പെയേഴ്സ് ആയി, സിംഗിൾ ലെറ്റേഴ്സ് അല്ല, പെയേഴ്സ് ആയിട്ടാണ് ലെറ്റേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒന്നുകിൽ ആ പെയേഴ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം നോക്കുക. ഓരോ ഗ്രൂപ്പിൻ്റെയും ഫസ്റ്റ് എലമെൻറ്റ്സ് മാത്രം നോക്കുക. അപ്പോൾ റിലേഷൻ കിട്ടും. അതിന് ബേസ് ചെയ്ത് നമുക്ക് അടുത്ത സെക്കൻഡ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെൻറ്റ്സ് മാത്രം നോക്കിയാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ യു എന്ന് പറയുന്നത് 21st ലെറ്റർ, ദെൻ എസ് എന്ന് പറയുന്ന 19th ലെറ്റർ, ഒ 15 ആൻഡ് എം 13. അപ്പോൾ ആ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? 21 19 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 19 15 തമ്മിൽ 4 വന്നു. 15 13 വീണ്ടും എന്ത് തന്നെയാണ്? 2 തന്നെ ആവണമെന്നല്ലേ? അപ്പോൾ 2 4 വീണ്ടും 2 വന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീണ്ടും എന്തായിരിക്കും? ഓൾട്ടർനേറ്റ്ലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീണ്ടും 4 ആയിരിക്കും. 13 കഴിഞ്ഞുള്ള 4th ലെറ്റർ, അല്ലെങ്കിൽ 13 മുന്നേ ഉള്ള 4th ലെറ്റർ, എമ്മിന് മുമ്പുള്ള 4th ലെറ്റർ. 13 - 4 9 ആണ്. 9th ലെറ്റർ ഈസ് ഐ. അപ്പോൾ ഈ ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും ഐ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ആളെയാണ് നമുക്ക് വേണ്ടുന്നത്. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ എച്ച് 8th ലെറ്റർ, ഡി 4th ലെറ്റർ, ഇസഡ് 26, വി എന്ന് പറയുന്നത് 22nd ലെറ്റർ. അവിടെ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് നോക്കി. 8 4 ആ ഡിഫറൻസ് 4 വന്നു അല്ലേ? അടുത്തത് ഇസഡ് അല്ലേ കിടക്കുന്ന. അപ്പം ഡിയുടെ ബാക്കിലേക്ക് ആലോചിച്ച് നോക്ക്. പ്ലസ് എന്ന് ആലോചിക്കുമ്പം കുറച്ചുകൂടി ബുദ്ധിമുട്ടല്ലേ? ഡിയുടെ ബാക്കിലുള്ള എത്രാമത്തെ ലെറ്റർ ഇസഡ് എന്ന് ആലോചിച്ച് നോക്കിയേ. എ ബി സി ഡി ഇങ്ങനെ പോയിട്ട് ഇസഡ് ഇവിടെ അല്ലേ കിട്ടുന്ന കണ്ടിന്യൂഷൻ. അപ്പോൾ ഇസഡിൻ്റെ ബാക്കിലേക്ക് ആലോചിച്ചാൽ 1 2 3 4th പൊസിഷനിലല്ലേ നമുക്ക് ഡി കിട്ടുന്ന. അവിടെ ഡിയും ഇസഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ ഇവിടെ -4 അല്ലേ? എച്ചിന് മുമ്പല്ലേ ഡി വന്നിരിക്കുന്നത്. അപ്പോൾ ഡിക്ക് മുമ്പുള്ള ലെറ്റർ എന്ന് ആലോചിക്കുമ്പോൾ ഡിക്ക് മുമ്പ് ഇസഡ് എത്രാമത് വരും? 1 2 3 അടുത്ത 4 ഇവിടുന്ന് കൗണ്ട് ചെയ്യുക. അപ്പം ഡിക്ക് മുമ്പുള്ള 4th ലെറ്റർ ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഈ ഡിയും ഇസഡും തമ്മിലുള്ള കണക്ഷനാണ് 4 എന്ന് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇസഡും വിയും തമ്മിൽ ആലോചിച്ച് നോക്കിയേ. അവർ തമ്മിലും 4 ഡിഫറൻസ് അല്ലേ? ഇസഡിൽ നിന്ന് വിയിലേക്ക് -4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരേണ്ട? വിക്ക് മുമ്പുള്ള 4th ലെറ്റർ. വി എന്ന് പറയുന്നത് 22nd ലെറ്റർ ആണ്. 22 - 4 18th ലെറ്റർ ആണ് ഇവിടെ വരേണ്ടത്. 18th ലെറ്റർ ഈസ് ആർ. അപ്പോൾ ഐയുടെ കൂടെ 6 വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ IR അതായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളോട് ചെക്ക് ചെയ്ത് എങ്ങനെയാണ്? ഓരോ ലെറ്റേഴ്സ് വീതം സെപ്പറേറ്റ്ലി എടുത്തു. ഇനി നോക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ ഡിയും ഇസഡും വരുമ്പോഴാണ് അല്ലേ? ഡിക്ക് മുമ്പ് ഇത് പ്രീവിയസ് ആയിട്ടല്ലേ പോകുന്നത്? എച്ചിന് മുമ്പല്ലേ ഡി വന്നിരിക്കുന്ന.
ഡിയും ഇസഡും പ്ലസ് എന്ന് ആലോചിക്കുമ്പോൾ കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലോജിക്കൽ പാറ്റേണിൽ പോകുന്നില്ല. അപ്പോൾ മൈനസ് എന്ന് തന്നെ ചിന്തിച്ചാൽ ഡിയുടെ ബാക്കിലേക്ക് ആലോചിക്കുമ്പം ഡിയുടെ ബാക്കിൽ വീണ്ടും 4 എന്ന് തന്നെ കിട്ടി. ഇസഡും വിയും ആലോചിക്കുമ്പോഴും അതേ ലോജിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ഒരു കണ്ടിന്യൂസ് പാറ്റേൺ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആറിലേക്ക് എത്തിച്ചേർന്നത്. ഒന്നും കൂടെ ഒന്ന് ഐഡൻറ്റിഫൈ നോക്കിക്കോ, ആ പറഞ്ഞത് ക്ലിയർ ആയോ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് ഒന്ന് കൂടിയെന്നേ ഉള്ളൂ, 3 എണ്ണം വീതം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം നോക്കാം. ഡി എന്ന് പറയുന്ന 4th ലെറ്റർ, എഫ് 6th ലെറ്റർ, ജെ 10, എൽ 12, പി 16. അവിടെ കണ്ടിന്യൂഷൻ എങ്ങനെ പോകുന്നുണ്ട്? 4 + 2 6, 6 + 4 10, വീണ്ടും 10 + 2 12, 12 + 4. ഓൾട്ടർനേറ്റ്ലി 2 4 2 4 അങ്ങനെയല്ലേ പോകുന്ന. അപ്പോൾ അടുത്ത 16 + 2 പി കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ. പി കഴിഞ്ഞ രണ്ടാമത്തെ ലെറ്റർ R ആണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസും വരില്ല എന്ന് പറയാം. ഇത് രണ്ടും കണ്ടോ, എസ് എഫ് ജിയും എസ് എച്ച് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും അവോയ്ഡ് ചെയ്തത്. ഇനി ബാക്കി നോക്കി, R സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ആ സെക്കൻഡ് ലെറ്റർ കൂടെ കിട്ടിയാൽ നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ആ ഓപ്ഷൻ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. വി എന്ന് പറയുന്ന 22nd ലെറ്റർ ആണ്. W 23 ആണ്. ഇസഡ് എന്ന് പറയുന്നത് 26. അപ്പോൾ അവിടെ ആണെങ്കിൽ വി കഴിഞ്ഞ് തൊട്ടടുത്ത +1 ആണ് 23, +3 ആണ് ഇസഡ്. ഇസഡ് അതിന് തൊട്ടടുത്ത ലെറ്റർ എന്ന് പറയാൻ പറ്റത്തില്ലേ അല്ലേ. ഈ ഒരു ഡിഫറൻസ് +1 എന്ന് വന്നു, ഈ ഡിഫറൻസ് +3 എന്ന് വന്നു. അപ്പോൾ അടുത്ത ഇസഡും എയും തമ്മിൽ ആലോചിച്ചാലും തൊട്ടടുത്ത ലെറ്റർ എന്ന് പറയാൻ പറ്റും, 27th ലെറ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയാം. എയും ഡിയും ആയിട്ട് എടുത്താലും ഡി 4th ലെറ്റർ, അവിടെ എന്ത് വന്നു, +3 എന്ന് വന്നു. അപ്പോൾ +1 +3 +1 +3 അങ്ങനെയാണ് പോകുന്നത്. സോ അടുത്ത നമ്പർ എന്തായിരിക്കണം, +1 എന്ന് കിട്ടണം അല്ലേ. ഏതാ, ഡി കഴിഞ്ഞുള്ള നെക്സ്റ്റ് ലെറ്റർ 5th ലെറ്ററാ വരണ്ട. 5th ലെറ്റർ ഏതാ, ഇ അല്ലേ. അപ്പോൾ 6 കഴിഞ്ഞ് ഇ വരുന്ന ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ ലെറ്റർ ക്ലസ്റ്റർ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അടുത്തത് വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ, 4 ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാ പ്രത്യേകത. പക്ഷെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് എല്ലാം എ ബി (?) ഡി ഇ കണ്ടിന്യൂഷൻ അല്ലേ. സി സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ ഓപ്ഷൻസും സിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന. അടുത്ത സി ഡി, അപ്പോൾ അടുത്ത് ഇ വരണമായിരിക്കും അല്ലേ. സി കഴിഞ്ഞ് ഇ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, ഇതിലേതോ ഒന്നായിരിക്കും. അടുത്ത തേർഡ് ലെറ്റേഴ്സ് എടുത്താൽ ഇ എഫ് (?) കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇ എഫ് ജി വരണം, സി കഴിഞ്ഞ് ജി വരുന്ന സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ആൻസർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് വൺ. ഈ പേഴ്സ് മൊത്തത്തിലൊന്ന് നോക്കിയേ, അതിന് ലോജിക്ക് പറയാൻ പറ്റില്ലേ. KL MN PQRS (?) ZA BC EF GH കണ്ടിന്യൂസ് ആയിട്ട് പോവുക അല്ലേ. അങ്ങനത്തെ ഒരു പെയർ ആയിരിക്കണം നമ്മൾ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. നോക്കിയാലും വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ഇനി (?) അവിടെ ഏത് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കുക, K11 P16. അപ്പോൾ +5 അല്ലേ വന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് (?) ആണ്. +5 ആണ് വരുന്നതെങ്കിൽ എന്ത് വരണമായിരിക്കും, 21st ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് 26 അല്ലേ, അപ്പോഴും +5 ഫോളോ ചെയ്യുന്നില്ലേ, കറക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഇ എന്ന് പറയുന്ന ഇസഡ് കഴിഞ്ഞുള്ള 5th ലെറ്റർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും +5 ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട 21st ലെറ്റർ യുവിലാണ്. യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പം ദേ ഇത്രയും ഓപ്ഷൻസും യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് എങ്ങനെ ഓൾട്ടർനേറ്റ്ലി സെയിം ആയിട്ട് വരണം അല്ലേ, യു വി ഓൾട്ടർനേറ്റ്ലി കിട്ടണം. അപ്പോൾ ഈ ഓപ്ഷൻ അല്ലേ UV WX. ബാക്കി നേരത്തെ ചെയ്തതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയാലും കിട്ടും. ഇതിനൊരു പർട്ടിക്കുലർ പാറ്റേൺ ആ ഒരു ക്ലസ്റ്ററിൽ ഇറ്റ്സെൽഫ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് സെക്ഷൻ. അതാണ് ലെറ്റേഴ്സിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് നോൺ വെർബൽ സെക്ഷനിൽ ചോദിക്കും. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത, ഫിഗർ ബേസ് ചെയ്താണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ചോദിച്ചൊക്കെ തന്നെ ഫിഗറിനെ ബേസ് ചെയ്ത്. അപ്പം നമ്മൾ സീരീസിൽ പറയില്ലേ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നൊക്കെ ആലോചിക്കുന്ന പോലെ തന്നെ ഇപ്പം സീരീസ് എന്ന് പറയുന്ന ആദ്യം 1 വര ഉണ്ടായിരുന്നു, പിന്നെ 2 വര, പിന്നെ 3 വര, അടുത്ത് എന്തായിരിക്കാം 4 ലൈൻസ് വരുന്നതായിരിക്കും. നമ്പർ ഓഫ് എലമെൻസിനെ ഫിഗർ ഇൻക്രീസോ ഡിക്രീസിങ്ങോ ഒക്കെ വരുന്നതായിരിക്കാം നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ വരാൻ സാധ്യതയുള്ളത്, എന്തെങ്കിലും റൊട്ടേഷൻസ് സംഭവിക്കാം ഫിഗേഴ്സിന്. ഇപ്പം സ്ട്രൈറ്റ് ഉണ്ടായിരുന്ന ഒരു ഫിഗർ അടുത്ത ഫിഗറിൽ ഇങ്ങനെയാണ് കാണിച്ചത്, അടുത്ത ഫിഗർ വന്നപ്പം ഇതായി. ഇതിൻ്റെ നെക്സ്റ്റ് ചെയ്ത ഫിഗർ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞാൽ സെക്കൻഡ് ഫിഗർ കിട്ടും അല്ലേ. അതിനൊന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിച്ചാൽ നമുക്ക് തേർഡ് ഫിഗർ കിട്ടും. അപ്പോൾ അതിന് വീണ്ടും 45 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിച്ചാൽ നമ്മളെ ഫിഗർ
ഇതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസ് ആയിട്ട് വരാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരാം, ഇങ്ങനെയായിരിക്കും കേസസ് വരുന്നത്. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു ബോക്സിനകത്തൊക്കെ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, എലമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്പേഴ്സോ എലമെൻറ്റ്സോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത് ടോപ്പ് ലെഫ്റ്റ് കോർണർ, ഇത് ടോപ്പ് റൈറ്റ് കോർണർ, ഇത് ബോട്ടം റൈറ്റ്, ഇത് ബോട്ടം ലെഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാഫ് പാർട്ട് വരെ മൂവ് ചെയ്ത് പോവാം, ഈ ഒരു ഫുൾ പാർട്ട് മൂവ് ചെയ്ത് പോവാം, എങ്ങനെ വേണമെങ്കിലും മൂവ്മെൻറ്റ് വരാം. അതായത് അടുത്ത ഫിഗറിൽ ഈ എ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഹാഫ് പാർട്ട് മാത്രം മൂവ് ചെയ്തു, ബി ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബി ഇങ്ങോട്ട് വന്നു, ഹാഫ് പാർട്ട്. അടുത്ത സി ഇങ്ങോട്ട് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന സി ഇങ്ങോട്ട് പോയി, ഹാഫ് പാർട്ട് മൂവ് ചെയ്തു. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇത് കഴിഞ്ഞ് അടുത്ത ഫിഗർ എന്ന് പറയുമ്പോൾ ചിലപ്പം എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ വന്നു, അപ്പോൾ ഈ ഒരു ഹാഫും കൂടെ ചേർത്തിട്ട് വൺ പാർട്ട് മൂവ് ചെയ്തു. അതായത് ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്ക് വന്നപ്പോൾ ഹാഫ് പാർട്ട് മൂവ് ചെയ്തു, അടുത്ത വൺ പാർട്ട് മൂവ് ചെയ്തു, വീണ്ടും ഹാഫ് വൺ, അങ്ങനെ ഓൾട്ടർനേറ്റ്ലി പോകാം. അല്ലെങ്കിൽ ഹാഫ് വൺ ഇൻക്രീസ് ചെയ്ത് 1.5 2 2.5 അങ്ങനെ പോവാം. ആ പാറ്റേൺ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കാം മൂവ്മെൻറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കാം മൂവ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ഓൾട്ടർനേറ്റ്ലി ആ ഡോട്ട്സ് അല്ലെങ്കിൽ ആ സർക്കിൾ ഷെയ്ഡഡ് അൺഷെയ്ഡഡ് എന്നുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നുണ്ടല്ലേ. ഇനി അതിൽ തന്നെ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും കൂടെ എടുത്താൽ ഈ സർക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഒരു ഹാഫ് പാർട്ട് മൂവ് ചെയ്യുമ്പോഴല്ലേ സെക്കൻഡ് ഫിഗർ കിട്ടുന്ന. സെക്കൻഡും തേർഡും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഡോട്ട് ഇവിടുന്ന് ഹാഫ് പാർട്ട് മൂവ് ചെയ്ത് പിന്നെ ഒരു ഹാഫ് പാർട്ട്, അപ്പോൾ ഒരു വൺ പാർട്ട് മൂവ് ചെയ്തില്ലേ. ആദ്യത്തെ ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്ക് എത്താൻ ഹാഫ് പാർട്ട് മൂവ് ചെയ്തു, അടുത്ത വൺ പാർട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഫിഗർ കിട്ടുന്നത്. ഇതിൽ നിന്ന് അടുത്ത ഈ ഫിഗറിലേക്ക് എത്താൻ എങ്ങനെയാണ്, ഇവിടെ നിന്നൊരു ഹാഫ് ഇവിടെ എത്തി, ഇവിടെയാണ് ആ ഡോട്ട് ഉള്ളത്, അപ്പോൾ ഒരു 1.5 പോർഷൻ മൂവ് ചെയ്യുമ്പോഴാണ് അടുത്ത ഫിഗർ കിട്ടിയത്. ദെൻ ഇതിൽ നിന്ന് ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വൺ പാർട്ട്, ഇങ്ങോട്ടൊരു വൺ പാർട്ട്, അപ്പോൾ 2 പാർട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഫിഗർ കിട്ടിയത്. ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ പറയുന്ന. ഇനി ഇവിടെ നിന്ന് അപ്പോൾ എത്ര പോയാലായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്, ഹാഫ് 1 1.5 2, അപ്പോൾ അടുത്ത എത്രയാണ്, ഒരു 2.5 ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യണം അല്ലേ. ഇവിടുന്ന് 1 ഇങ്ങോട്ട് വരുമ്പം 2 ആയി, 2.5 ആണെങ്കിൽ ആ ഡോട്ട് ഇവിടെ വന്ന് നിൽക്കണം. ഈ സ്പേസിൽ ഡോട്ട് വരുന്ന ഓപ്ഷൻസ് ഇതോ ആണ്, അതായത് സെക്കൻഡ് ഓപ്ഷനോ ഫോർത്ത് ഓപ്ഷനോ വരാം. ഇനി സെക്കൻഡിലും ഫോർത്തിലും നമ്മൾ നോക്കിയാൽ എന്താ ചേഞ്ച് വരുന്നത്, സെക്കൻഡിലും ഫോർത്തിലും ഇത് ഓൾട്ടർനേറ്റ്ലി ഷെയ്ഡോ അൺഷെയ്ഡോ ആയിക്കൊണ്ടിരിക്കണം അല്ലേ. ഇത് അൺഷെയ്ഡഡ് അല്ലേ, അപ്പോൾ അടുത്തത് ഷെയ്ഡഡ് ആയിരിക്കണം. സോ ദാറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാണായിരിക്കും അല്ലേ. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓൾട്ടർനേറ്റ്ലി ആ ഫിഗേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കി. ഓൾട്ടർനേറ്റ്ലി സെയിം അല്ലേ, ഇത് രണ്ടും സെയിം ഫിഗേഴ്സ് അല്ലേ, ഇതും സിമിലർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സിമിലർ ആണ്. സോ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ അതേ സിമിലർ ഫിഗർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ. ചില ഫിഗേഴ്സ് നോക്കുമ്പം ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ സിമിലർ ആയിരിക്കും വരുന്നുണ്ടാവുക. 1 ഓൾട്ടർനേറ്റ്ലി 1 3 5 2 4 6 അങ്ങനെ വരാം. ഫസ്റ്റും ഫോർത്തും സെക്കൻഡും ഫിഫ്ത്തും അങ്ങനെ സിമിലർ ആയിട്ട് പോവാം. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ സിമിലർ ആകുന്ന ഫിഗേഴ്സും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ റൊട്ടേഷൻസ് കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ സിമിലർ ആകുന്നതാണ്. സോ നമുക്ക് ഐഡൻറ്റിഫൈ എളുപ്പം എങ്ങനെയാണ്, അങ്ങനത്തെ സിമിലർ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നോക്കി ആൻസർ ചെയ്യാമല്ലോ. എല്ലാ റൊട്ടേഷൻസും നോക്കി സമയം കളയണമെന്നില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു പാറ്റേൺ ചെക്ക് ചെയ്താൽ കിട്ടുമോ നോക്കി. അതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്ട്രൈക്ക് ചെയ്യുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ 2 ട്രയാങ്കിൾ, ഇവിടെ 3 ട്രയാങ്കിൾ, അപ്പോൾ അടുത്തൊരു 4 ട്രയാങ്കിൾസ് വരണമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഇത് രണ്ടിലുമാണ് 4 ട്രയാങ്കിൾസ് ഉള്ളത്. ഇനി തന്നിരിക്കുന്ന ആരോസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കി. ആദ്യം ഡൗൺവേർഡ് ആയിരുന്ന ആരോ, പിന്നെ ഇങ്ങനെ തിരിഞ്ഞു. അപ്പോൾ നമുക്കൊരു ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി തിരിച്ചാൽ ഈ ഫിഗർ കിട്ടും. ഇതിന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 90 റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ ഈ ഫിഗറായി. ഇതിനെ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് 90 റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ ഈ ഫിഗർ കിട്ടും. അതിനെ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രീസ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വീണ്ടും ക്ലോക്ക് വൈസ് 90 ഡിഗ്രി മൂവ് ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ഫിഗർ എങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക, ആരോ റൈറ്റ് സൈഡിലേക്ക് വരണം അല്ലേ. ആരോ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് തേർഡ് ഓപ്ഷനാണ്. നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അടുത്തത് ഈ ഫിഗേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കി. അതിൽ ഒരു സർക്കിളിനകത്താണ് ലൈൻസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫിഗേഴ്സ് വന്നിരിക്കുന്നത്.
അതിലുള്ള നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നില്ലേ? ഇതിലൊരു പെൻറ്റഗൺ ആണല്ലോ ഈ സർക്കിളിനകത്ത്. അപ്പോൾ 5 സൈഡ്സ് ഉണ്ട് അല്ലേ? ഇതിലാണെങ്കിൽ 4 സൈഡ്സേ ഉള്ളൂ, ഇത് 3 സൈഡ്സായി, ഇത് 2 എണ്ണേ ഉള്ളൂ, 2 ലൈൻസേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു സിംഗിൾ ലൈൻ വരുന്നതായിരിക്കണം ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണല്ലോ. ഇനി അതിനകത്തുള്ള ലൈൻസ് നോക്കാം. ഇത് ഒരു ലൈൻ ആയിരുന്നു, ഇത് 2 ലൈൻസ് ഉണ്ട്, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ അടുത്ത 5 ലൈൻസ് വരണം. ഇതിൽ 6 എണ്ണം ഉണ്ട്, ഇതിലാണെങ്കിൽ 5 എണ്ണേ ഉള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ഡി എന്ന് പറയാൻ പറ്റും. കമ്മിങ് ടു നെക്സ്റ്റ് വൺ. ഇതിലൊരു ചേഞ്ച് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ ആരോ ഫസ്റ്റ് ആയിരുന്നു, അത് സെക്കൻഡ് പൊസിഷനിലേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഫിഗർ, ഒരു റെക്റ്റാങ്കിൾ താഴെ വരുന്ന രീതിയിലുണ്ടായിരുന്ന ഫിഗർ ആദ്യമായി. ഈ ഒരു ഫിഗർ സ്റ്റാർട്ടിങ്ങിൽ വന്നു, ആരോ ഇങ്ങോട്ട് ഷിഫ്റ്റായി, ഈ എലമെൻറ്റ് ആരോ ഇങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ ഈ എലമെൻറ്റ് ഇങ്ങോട്ട് വരണമല്ലോ, അത് പക്ഷേ ഒരു ന്യൂ എലമെൻ്റ് ആയിട്ട് മാറുക ചെയ്തത്. അതിൻ്റെ ഷേപ്പ് മാറി. അവിടെ ഒരു ടിൽറ്റ് സൈൻ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയപ്പോൾ ഒരു ഷെയ്ഡഡ് സർക്കിളായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പോൾ അടുത്ത ഫിഗർ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതങ്ങ് സ്റ്റാർട്ടിങ്ങിൽ പോകണം. വന്നിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡിലേക്ക് ഷിഫ്റ്റായി, തേർഡ് എലമെൻറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ അതൊരു ന്യൂ എലമെൻ്റ് ആയി. സോ അതേ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലായിരിക്കണം? ഈ 2 ലൈൻസ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നതായിരിക്കണം ഓപ്ഷൻ. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് അത് രണ്ടുമാണ്. സെക്കൻഡ് പൊസിഷനിൽ എന്തായാലും ഈ ഡോട്ടഡ് സർക്കിൾ ആയിരിക്കണമല്ലോ. സെക്കൻഡ് പൊസിഷൻ ഡോട്ടഡ് സർക്കിൾ തിരിഞ്ഞു വന്നിരിക്കുന്നത് ഈ ഓപ്ഷൻ ഒഴികെ, അതായത് ഇങ്ങനെ തിരിഞ്ഞ് തലകുത്തി രീതി വരുന്നില്ലേ, അത് ആവശ്യമില്ല അല്ലേ? ഇപ്പോൾ ബാക്കി 3 എണ്ണത്തിൽ അത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി മൂന്നാമത്തെ ഫിഗർ ഒരു ന്യൂ എലമെൻ്റ് ആയിരിക്കണം അല്ലേ? ന്യൂ എലമെൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യത ഏതാ നോക്കി? ഇത് ഓൾറെഡി ഇതിനകത്തുള്ള എലമെൻ്റ് ആയിരുന്നു, സോ അത് വേണ്ട. നമ്മളെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം വരണം, പിന്നെ ഈ ഡോട്ട് വരണം, ആഫ്റ്റർ ദാറ്റ് ഒരു ന്യൂ എലമെൻറ്റ് വരണം. ന്യൂ എലമെൻറ്റ് വരണം എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു പൊസിഷനിങ് എവിടെയാണെന്ന് നോക്കണേ. ഇവിടെ വരുന്ന എലമെൻറ്റ് മുകളിലുണ്ടായിരുന്ന ടിൽറ്റ് സൈൻ ആണ് ചേഞ്ച് ചെയ്ത് താഴെ ഡോട്ടഡ് ആയിട്ട് മാറിയ. അടുത്ത ഫിഗറിൽ ഇവിടെ ചേഞ്ച് വരുമ്പം ഈ ആരോ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ? ആരോ വരുമ്പോൾ ആരോ മുകളിലായിരുന്നു, താഴെയാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത്, തിരിഞ്ഞു വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് താഴെയുള്ള ആ സ്ക്വയർ പോർഷൻ പോയിട്ടാണ് വരേണ്ടത്. താഴെയുള്ള സ്ക്വയർ പോർഷൻ പോയിട്ട് ന്യൂ എലമെൻറ്റ് വരണം, അത് മുകളിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. താഴെയുള്ളത് നേരെ മുകളിലായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ നേരത്തെ കണ്ടുപോലെ ഏകദേശം എല്ലാം സിമിലർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? താഴത്തെ ആ ഒരു സെമി സർക്കിൾ പോർഷൻ എന്തായാലും സിമിലർ ആണ്. ആഫ്റ്റർ ദാറ്റ് ഒരേ പാറ്റേണിലെ ഫിഗേഴ്സ് ഉണ്ടോ നോക്കി. ഈ ഫസ്റ്റ് ഫിഗറും ഫോർത്ത് ഫിഗറും സെയിം അല്ലേ? അല്ലേ? അപ്പോൾ ഈ ഫോർത്തിൻ്റെ അടുത്ത് കിട്ടാൻ പോകുന്നത് ഈ സെക്കൻഡും ഫിഫ്ത്തും സെയിം ആയിരിക്കും. കാരണം ഇതിൻ്റെ അടുത്തതല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പം സെക്കൻഡും ഫിഫ്ത്തും സെയിം ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ പാറ്റേണിലുണ്ടോ നോക്കി. സെക്കൻഡിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഇതേണ്ടേ, സെക്കൻഡ് ഓപ്ഷൻ. സോ ഫിഗർ സീരീസ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഡിക്ഷണറി ഓർഡർ. ഡിക്ഷണറി അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേർഡ്സിനെ അറേഞ്ച് ചെയ്യുക. അപ്പം തന്നിരിക്കുന്ന വേർഡ്സിലുള്ളതിന് ആൽഫബറ്റ് നമ്മളെ ഡിക്ഷണറിയിൽ ഫസ്റ്റ് ആദ്യം ഏതാ വരുന്നതെന്ന് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം സ്റ്റാർട്ടിങ് സിമിലർ ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട? സെക്കൻഡ് ലെറ്റേഴ്സ് നോക്കുക. സെക്കൻഡ് ലെറ്റേഴ്സും സിമിലർ ആണെങ്കിൽ എന്ത് ചെയ്യണം? തേർഡ് ലെറ്റേഴ്സ് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ റെപ്രസെൻറ്റ്സ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി? നോക്കിക്കേ, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പി ആണല്ലേ? അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ്റെ ഹെൽപ്പ് കൂടെ എഴുതിയാൽ കുറച്ചും കൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ സെക്കൻഡ് ലെറ്റർ വരെ എല്ലാത്തിലും സിമിലർ ആണ്. പി ഒ എല്ലാ ഓപ്ഷൻസും 4-ലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ പോയിന്റഡ് ആയിരിക്കും ആദ്യം വരുന്നതെന്നുള്ളത് ക്ലിയർ ആണ്. പോയിന്റഡ് ആയിരിക്കും സ്റ്റാർട്ടിങ്. പി ഒ കഴിഞ്ഞ് ഐ വരുന്നതല്ല എന്തായാലും ആദ്യം. 4 കഴിഞ്ഞ ഓപ്ഷൻസിൽ 2, 3, 5 ആണ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. 2, 3, 5 ഇതിൽ ഏതായിരിക്കും സെക്കൻഡ് പൊസിഷനൊക്കെ വേണ്ട? പി ഒ കഴിഞ്ഞ് യു ആണോ, ഡബ്ല്യു ആണോ, എൽ ആണോ? ഡെഫിനറ്റ്ലി പി ഒ കഴിഞ്ഞ് എൽ അല്ലേ ആദ്യം വരണ്ട. അപ്പം 4 കഴിഞ്ഞ് 5 വരുന്ന ഓപ്ഷൻ ആയിരിക്കണം. 4 കഴിഞ്ഞ് 5 വരുന്നൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ ബി എന്ന് പറയാം. നമ്മളിതെല്ലാം ഇരുന്ന് ഓർഡറിലാക്കിയിട്ട് ഓപ്ഷൻ നോക്കുന്നതിൽ നല്ലത് ഓപ്ഷൻ വെച്ചിട്ട് ഏതായിരിക്കും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എളുപ്പമാവുക. അടുത്ത ക്വസ്റ്റ്യൻ, നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ എല്ലാം 6-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലെറ്റർ ചെക്ക് ചെയ്യുന്നു. എല്ലാം ഐ ആണ്. നേരത്തെ പറഞ്ഞ ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന 1-ലാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്തായാലും റെഡിയിലായിരിക്കും. അതായത് 6 കഴിഞ്ഞ് ഡി വരുന്നത്, എല്ലാത്തിലും ആദ്യം വരുന്നത് ഡി തന്നെയാണ്. സോ ഫസ്റ്റ് കഴിഞ്ഞ് വരുന്നത് 3 വരുന്ന ഓപ്ഷനും ഉണ്ട്,
2 വരുന്ന ഓപ്ഷനും ഉണ്ട്. ഇതിൽ ഏതാ നോക്കുക, 3 ആണോ 2 ആണോ ആദ്യം വരേണ്ടത്? R ആയി കഴിഞ്ഞ് G അല്ലേ ആദ്യം വരേണ്ടത്? അപ്പോൾ 3 സെക്കൻഡ് പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും വരില്ല. 1 3 കഴിഞ്ഞ് ഇതിൽ ഡൗട്ട് ചെയ്താ 4 ആണോ 2 ആണോ ആദ്യം വരിക? 4 ആണോ 2 ആണോ ആദ്യം വരിക? V ആണോ N ആണോ? N അല്ല ഡെഫിനറ്റ്ലി വരണ്ട. അതായത് 1 3 കഴിഞ്ഞ് 4 വരണം. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പമല്ലേ ആലോചിക്കാനായിട്ട്. ദെൻ അടുത്ത ടൈപ്പ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് UN വരെ സിമിലർ ആണ്. എല്ലാ ഓപ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് 3യിലാണ്. സോ UND അതായിരിക്കും ആദ്യം വരുന്നത്. 3 കഴിഞ്ഞ് 4 ആണോ 2 ആണോ എന്നാണ് നമ്മൾ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നത്. സെക്കൻഡ് പ്ലേസിൽ എല്ലാത്തിലും 4 2 ആണ്. 4 ആണോ 2 ആണോ ആദ്യം വരെ? H ആണോ I ആണോ? H ആയിരിക്കും ആദ്യം വരേണ്ടത് അല്ലേ? അപ്പോൾ 3 കഴിഞ്ഞ് 4 വരണം. സോ ദാറ്റ് ഈ രണ്ട് ഓപ്ഷൻസും കളയാം. 3 കഴിഞ്ഞ് 4 വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. അതിലിനി ഡൗട്ട് ചെയ്താ 2 ആണോ 5 ആണോ? മൂന്നാം സ്ഥാനത്ത് 2ഉം 5ഉം അല്ലേ കിടക്കുന്ന? 2 ആണോ 5 ആണോ ആദ്യം വരുന്നേ നോക്കി. 2ൽ UNI ആണ്, 5ൽ UNI തന്നെയാണ്. അപ്പം C ആണോ F ആണോ നോക്കിയാൽ മതി. C അല്ല ഡെഫിനറ്റ്ലി അടുത്ത സ്പേസ് ഒക്കെ ചെയ്യണ്ട. അപ്പോൾ 3 4 കഴിഞ്ഞ് 2 വരുന്ന ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ ഇതുപോലെ ഓപ്ഷൻ വെച്ചിട്ട് ഇതിലെല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് സെയിം അല്ല ഓപ്ഷൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ആണോ 4 ആണോ? ഇതല്ലേ ഉള്ളൂ ഡൗട്ട്. 2 ആണോ 4 ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? BRE ആണോ I ആണോ? ഈ കഴിഞ്ഞിട്ടേ I വരും. അപ്പോൾ 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് ഓപ്ഷൻസും കളയാം. 2 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡൗട്ട് എല്ലാത്തിലും 4 തന്നെയാണോ? ഓക്കെയാണ്. 3 ആണോ 5 ആണോ നോക്കിയാൽ മതി. 3ലും 5ലും Iയും Oയും ആണ്. I കഴിഞ്ഞിട്ടേ എന്തായാലും O വരും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നോക്കി പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ മാക്സിമം ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇതിലാണെങ്കിൽ നോക്കി എല്ലാത്തിൻ്റെയും TR വരെ സിമിലർ ആണ്. അതർവൈസ് എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് 5ലാണ്. 5 ആണെങ്കിൽ അടുത്ത സ്പേസ് 1 3 4 ഏതായിരിക്കും നോക്കി. TRA കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള എന്തായാലും വരൂ. TRA കഴിഞ്ഞ് I ആണോ N ആണോ? അതായത് നമുക്ക് 5 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണോ 1 ആണോ 4 ആണോ എന്നാണ് വേണ്ടുന്നത്. 1ൽ I ആണ് 4ാം സ്ഥാനത്ത്, 3ൽ N ആണ് വരുന്നത്, 5 3 1. 4ലാണെങ്കിൽ V ആ വരുന്നത്. V എന്തായാലും ലാസ്റ്റേ വരൂ. Iലും Nലും I ആണല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ 5 കഴിഞ്ഞ് 1 വരണം. ഈ രണ്ട് ഓപ്ഷൻസും അല്ല. 5 കഴിഞ്ഞ് 1 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആഫ്റ്റർ 1 3 ആണോ 4 ആണോ നോക്കുക. 3 കഴിഞ്ഞിട്ടാണോ 4 വരിക? ഡെഫിനറ്റ്ലി 3 കഴിഞ്ഞാൽ 4 വരുന്നത്. അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ഷണറി ഓർഡറിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഡിക്ഷണറി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സീരീസിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്പേഴ്സിൻ്റെയും ലെറ്റേഴ്സിൻ്റെയും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം വേർഡ്സിൽ ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഡിക്ഷണറി ഓർഡറിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചും കൂടെ ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെ എളുപ്പമാക്കാമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്